മമ്മൂക്കയുടെ പിറന്നാളാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. രഞ്ജി പണിക്കർ മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ മനസ്സിലെ നായകൻ അക്കാലത്തും എക്കാലത്തും മമ്മൂട്ടി തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മമ്മൂട്ടിയെ കൊണ്ട് സ്റ്റൈലിഷ് വേഷങ്ങൾ ചെയ്യിച്ച ഒരു നായകൻ, നമ്മളൊക്കെ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു നായക പദവിയിലുള്ള ഒരു വേഷം, ഒരു തട്ടുപൊളിപ്പൻ ഡയലോഗുകളെ കടന്ന് പറയുന്ന തരത്തിൽ ചില ആക്ഷൻ ഡയലോഗുകളൊക്കെ കൊടുത്ത ഒരു സംവിധായകൻ, എഴുത്തുകാരനാണ് നമ്മുടെ രഞ്ജി പണിക്കർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് ഇന്ന് മമ്മൂട്ടിയുടെ പിറന്നാളിന് ആശംസകൾ നേർന്നത്. ചെറുപ്പക്കാരായ നിരവധി അഭിനേതാക്കൾക്കുള്ള പ്രചോദനമാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞത് വെട്രിമാരനാണ്. വെട്രിമാരനൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഭയങ്കര സ്നേഹത്തോടെ പറയുന്നത്. അദ്ദേഹം സിനിമയോട് കാണിക്കുന്ന ഒരു പാഷൻ, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയോട് കാണിക്കുന്ന പാഷൻ വെട്രിമാരനൊക്കെ ഒരു വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. മമ്മൂട്ടി ഏറ്റെടുത്ത് പോലുള്ള കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാൻ ബോളിവുഡിലെ ഒരു താരവും ധൈര്യപ്പെട്ടില്ല. ഇത് പറഞ്ഞത് വിദ്യാബാലനാണ്. തീർച്ചയാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങിയത് തന്നെ തനിക്കിഷ്ടമുള്ള പടങ്ങൾ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മമ്മൂട്ടിക്ക് ഇഷ്ടമുള്ള പടങ്ങൾ നിർമ്മിക്കാൻ ചിലപ്പോൾ വേറെ ആരും കിട്ടിയിട്ടുണ്ടാവില്ല, കിട്ടാൻ സാധ്യതയില്ല. നമ്മുടെ ഈ ഒരു സിനിമയിൽ പെട്ടെന്ന് ഓർമ്മ കിട്ടാതെ പോകും. ഈ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഭാഗമായിട്ട് ഇദ്ദേഹം ഇറക്കിയ സിനിമകളിൽ ഒന്ന് ഒരു ഗൈ കപ്പിളുടെ വേഷമായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിലും, ഒരു ഭാഷ ഇൻഡസ്ട്രിയിലുള്ള ഒരു നടൻ പോലും അത്തരത്തില് ആണുങ്ങൾ തമ്മിലുള്ള ആ ഒരു ലൈംഗിക ബന്ധത്തെ, ഗൈ റിലേഷൻഷിപ്പിനെ വാഴ്ത്തപ്പെടുന്ന ഒരു സിനിമയിൽ അഭിനയിക്കില്ല. അതവരെ ഇമേജിനെ തകർക്കുമെന്ന് അവർക്കറിയാം, തകർത്ത് തരിപ്പണാക്കി കളയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരു മടിയില്ലാതെ എന്തോന്ന് ഇമേജഡ്, നാട്ടുകാർ സിനിമ കാണട്ടെന്ന് എന്ന രീതിയിൽ ഇദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലേക്കാണ് ആ കാതൽ ദി കോർ എന്ന് പറഞ്ഞ സിനിമ എത്തിയത്. നൻപകൽ നേരത്ത് മയക്കം, ഒരുപക്ഷെ ആ ഒരു സിനിമയുടെ കഥ നമ്മൾ മലയാളത്തിലെ വേറെ ഏതെങ്കിലും നിർമ്മാതാക്കളോടാണ് പറയുന്നതെങ്കിൽ ആ സിനിമ ഇറങ്ങില്ല. കാരണം അതൊരു ഓഫ് ബീറ്റ് സിനിമയാണ്, ആളുകൾ അത് കയറി കാണില്ല എന്നറിയാം. പക്ഷേ അദ്ദേഹം അഭിനയിച്ചു, അദ്ദേഹത്തിൻ്റെ സിനിമാ നിർമ്മാണ കമ്പനി തന്നെ ആ ഒരു പടം ഇറക്കിയെന്നറിയാം. ഇങ്ങനെ തുടരെ ആ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഇറക്കിയത് പരീക്ഷണ സിനിമകൾ മാത്രമാണ്. അതാണ് വിദ്യാബാലൻ പറയുന്നത്. ഇദ്ദേഹം തിരഞ്ഞെടുക്കുന്ന പോലത്തെ കഥാപാത്രങ്ങളൊന്നും തിരഞ്ഞെടുക്കാൻ ബോളിവുഡിൽ ഒരാളെ പോലും കിട്ടില്ല. അവർക്കൊക്കെ സ്ഥിരം ഒരു കൾട്ട് സിനിമയുണ്ട്, ഒരു മസാല പാട്ടുകളും മറ്റൊക്കെ അടക്കം ചെയ്തിട്ടുള്ള ഒരു സിനിമ കൾട്ടുണ്ട്. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഒരുപക്ഷെ ഹിന്ദി സിനിമയുടെ രാജാവ് എന്ന് പറയുന്ന ഷാറുഖ് ഖാന് പോലും സാധിച്ചിട്ടില്ല. അതിൽ നിന്ന് മാറിയിട്ട് ആ ഒരു മനുഷ്യന് വേറെ സംഗതി ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ്. എന്തൊരു വൻ പരാജയമാണെന്ന് ആലോചിക്കുക. അതേസമയം ഒരു അതിഥി വേഷമാണെങ്കിലും അതടക്കം ചെയ്തു പോകാൻ ഒരു മടിയും കാണിക്കുന്നില്ല മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ. വില്ലൻ വേഷങ്ങൾ, ഇപ്പോൾ കളങ്കാവ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ പോകുന്നു, വില്ലൻ വേഷമാണത്ര അദ്ദേഹം അതിൽ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മടിയുമില്ല. വില്ലനോ, ആ വില്ലനാവുന്നതിൽ അദ്ദേഹത്തിന് കാരണമുണ്ടാവില്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്നുള്ളതാണ് മമ്മൂട്ടി ചോദിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് അഭിനയിക്കാൻ അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രമാണ് ആലോചിക്കുന്നത്. മമ്മൂട്ടിയുടെ സ്റ്റാർഡം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫഹദ് ഫാസിൽ പറയുന്നതാണ്. ഒരു സ്റ്റാർഡം തല്ലുപിടിയുള്ള സിനിമകളാണ് ഫഹദ് ഫാസിൽ ഇഷ്ടമെന്ന് പറയുന്നത്. മമ്മൂട്ടി ഈസ് എ റിയൽ ഹീറോ എന്ന് പറയുന്നത് ജ്യോതികയാണ്. കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമയിലാണ് മമ്മൂട്ടിയോടൊപ്പം ജ്യോതിക അഭിനയിച്ചത് ഈ അടുത്ത്. അപ്പോൾ ആ ഒരൊറ്റ അഭിനയം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു സിനിമ കൊണ്ട് തന്നെ മമ്മൂട്ടി എന്താണെന്നും അദ്ദേഹത്തിന് അഭിനയ രീതി എന്താണെന്നൊക്കെ ജ്യോതികയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകണം. ഒരു സംശയമില്ല, മനസ്സിലാകും. മമ്മൂട്ടി പ്രായം കൊണ്ട് പക്വത പ്രാപിക്കുകയും സിനിമകളിൽ പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പരിശ്രമം കൊണ്ട് മാത്രമാണ്. അത് നിഷേധിക്കാനാവില്ല. അമിതാഭ് ബച്ചൻ ശരിയാണ്, നമ്മുടെ കേരളത്തിൽ രണ്ടു തരം നടന്മാരാണ്. ഒന്ന് ട്രെയിൻഡ് ഒക്കെ ആയിട്ടുള്ള ആക്ടറാണ്, ഒന്ന് വളരെ ബോൺ ആക്ടറാണ്. ട്രെയിൻ ചെയ്യപ്പെട്ട് നടനാക്കപ്പെട്ട ഒരു മനുഷ്യൻ അത് മമ്മൂക്കയായിരിക്കും. ബോൺ ആക്ടർ എന്നൊക്കെ പറയും നമ്മൾ ലാലേട്ടനെയാണ്. പക്ഷെ ഇദ്ദേഹം അതല്ല. ഇതൊരു മെത്തേഡാണ് ഇദ്ദേഹം ഓരോ ആക്ടിങ്ങിലും ഫോളോ ചെയ്യുന്നതെന്നർത്ഥം. മോഹൻലാലിന് അത് വേണ്ട.
അങ്ങനെ ആ ഒരു മെത്തേഡ് ആക്റ്റുമായി വന്ന് മോഹൻലാലിനൊപ്പം നിന്ന് ഇത്ര കാലവും മലയാള സിനിമയിൽ അങ്ങനെ രണ്ടുപേരങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു മഹാത്ഭുതം തന്നെയല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഏത് കാലഘട്ടത്തിൽ, ഏത് സീസണിൽ, ഏത് സിനിമ, ഏത് തരം സിനിമ പ്രേക്ഷകർക്ക് നൽകണം എന്ന് തെരഞ്ഞെടുക്കുന്നതിൽ മമ്മൂട്ടി ഒരു കില്ലാടിയാണ്. വിജയ് പറഞ്ഞതാണ്, വിജയ്ക്ക് നടക്കാത്തതും അതാണ്. ഏത് സിനിമ തിരഞ്ഞെടുക്കണമെന്ന് ഒരു ബോധവുമില്ലാത്ത മനുഷ്യനാണ് അദ്ദേഹം. എന്നെയും മമ്മൂട്ടിയെയും തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. മോഹൻലാൽ പറയുന്നതാണ്, ഞങ്ങൾക്ക് രണ്ട് സ്വഭാവമാണ്, രണ്ട് സ്പീഷീസ് ആണ്, രണ്ട് കെമിസ്ട്രിയാണ്. മമ്മൂട്ടിക്ക് മാത്രം സാധ്യമാകുന്ന കഥാപാത്രങ്ങൾ നിരവധിയാണ്. ഇത് അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഞങ്ങൾ രണ്ടുപേരും കമ്പയർ ചെയ്യരുത്. നല്ല സുഹൃത്തുക്കളാണ്, ആഴത്തിൽ സൗഹൃദം ബാധിച്ച ആളുകളാണ്. സൗഹൃദം എന്ന് പറയുന്ന ഒരു അസുഖമാണെങ്കിൽ അത് ഏറ്റവും ആഴത്തിൽ ബാധിച്ച രണ്ട് പേരാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത്. അത് ഒന്ന് മോഹൻലാലാണ്, ഒന്ന് മമ്മൂക്കയാണ്. അങ്ങനെ പറയേണ്ടി വരും ഈ ഒരു കാലഘട്ടത്തിൽ. എന്തൊക്കെയായാലും ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന നടനാണ് മമ്മൂട്ടി. തനിയാവർത്തനം ഇപ്പോൾ കണ്ടാൽ പോലും ഞാൻ കരഞ്ഞു പോകുമെന്നാണ് കമൽഹാസൻ മമ്മൂട്ടിയെ ആ ഒരു പിറന്നാൾ ദിനത്തിൽ ആശംസ അറിയിക്കുന്ന സമയത്ത് ഓർത്തുപോയത്. നോക്കൂ, ആ ഒരു സിനിമ കണ്ടാൽ കരയാത്തവരാര് എന്നുള്ളതാണ് ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുന്നത്. അത്രയും ഗംഭീരമായ സിനിമകളാണ്. ബാലമാഷ് ആരും മറന്നിട്ടുണ്ടാവില്ല. എൻ്റെ സ്നേഹിതനാണ് മമ്മൂട്ടി. മമ്മൂട്ടിക്ക് മലയാള സിനിമയിൽ അഭിനയിക്കണമെന്നാണ് മോഹമെന്ന് രജനീകാന്തും പറയുന്നു. ഇതിനൊക്കെ അപ്പുറത്ത് മോഹൻലാൽ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: എത്രയോ വർഷമായി മോഹൻലാലും മമ്മൂട്ടിയും മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു പേര് നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ നിൽക്കുന്നു. ഇദ്ദേഹത്തിന് മുമ്പും ഇദ്ദേഹത്തിന് ശേഷം ഈ രണ്ടുപേർക്ക് ശേഷവും എത്രയോ നടന്മാർ വന്നിരുന്നു, എവിടെയും എത്താതെ എങ്ങോ പോയിരിക്കുന്നു നമുക്കറിയാം. മോഹൻലാൽ ചോദിക്കുന്നത്, ഞങ്ങളില്ലെങ്കിലും, മമ്മൂട്ടി മോഹൻലാൽ ഇല്ലെങ്കിലും മലയാള സിനിമ പോണ്ടേ, മുന്നോട്ട് പോകണ്ടേ, പുതിയൊരു തലമുറ വരണം. ഒരു പക്ഷേ അത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ കൂടി പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അത് ഗംഭീരമായിട്ടുള്ള വർത്തമാനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതി വയ്ക്കട്ടോ, ഒപ്പം ഉണ്ടാവണേ.